അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ ബില്ലാഹ് അമ്മാ ബഅദ്. ഹംദു സ്വലാത്ത് വെച്ച് തുടങ്ങുന്നത് ഒരു പരിപാടി തുടങ്ങുന്നതിന് ഭംഗിയതായതുകൊണ്ടാണ്, അല്ലാതെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മളോട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഖുർആനിൽ നിന്നുള്ള കുറച്ച് ആയത്തുകൾ, അതുപോലെ കുറച്ച് പാട്ടുകൾ പാടുക, കുറച്ച് വിഷയങ്ങൾ എന്തെങ്കിലും സംസാരിക്കുക, എന്നിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയൊരു രീതിയിലുള്ള ഒരു ആത്മീയ സദസ്സും നമ്മളോട് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അങ്ങനെ പ്രത്യേക ആത്മീയ സദസ്സിന്റെ ആവശ്യമില്ല. ജീവിതം മുഴുവൻ ഇസ്ലാമാണ്, ദീനാണ്, എല്ലാം അള്ളാഹുവിലുള്ള ചിന്തകളാണ്, എല്ലാ കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഒരു ആത്മീയ സദസ്സ് പ്രത്യേകമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെ നമ്മൾ ഉദ്ദേശിക്കത്തുള്ളൂ. മനുഷ്യന്റെ ജീവിതത്തെ പറ്റി, അവന്റെ സൃഷ്ടിപ്പിനെ പറ്റി, അവന്റെ സൃഷ്ടിയുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം കുറച്ച് ആയത്തുകൾ ഉപയോഗിച്ച്, കുറച്ച് പാട്ടുകൾ ഉപയോഗിച്ച്. പാട്ടുകൾ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷയസംബന്ധി ആയിക്കൊള്ളണമെന്നില്ല, മറിച്ച് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു ഭംഗി നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. സന്ദർഭം ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കുക എന്നുള്ളത്. നമുക്ക് തുടങ്ങല്ലേ? ഇൻഷാ അല്ലാഹ്. നമ്മൾ ജനിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ ചില രീതിയിലൊക്കെ നമ്മൾ പറയപ്പെടാറുണ്ടല്ലോ, നമ്മളിപ്പോൾ കാണുന്ന ആളുകൾ എന്നുള്ളത് നമ്മൾ ആലമുൽ അർവാഹിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ആളുകളാണ് എന്ന് പലപ്പോഴും നമ്മൾ മദ്രസയിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. ആലമുൽ അർവാഹിൽ വെച്ച് കാണുന്ന ആളുകൾ പിന്നീട് ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് മനുഷ്യനാകുന്നതിന് മുമ്പ്, മനുഷ്യ ജീവിതം ദുനിയാവിൽ സംഭവിക്കുന്നതിന് മുമ്പ്, ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മളോട് ആ വിഷയം വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 കൊല്ലം കൊണ്ട് ഘട്ടം ഘട്ടമായി ഇറങ്ങിക്കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ ആ വിഷയം നമ്മളോട് വളരെ മനോഹരമായി ഒരായത്തിന്റെ രൂപത്തിൽ നമ്മളോട് സംവദിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. ഓർമ്മകളുടെ ലോകത്ത് പോലും ഉണ്ടായിരുന്ന നമ്മളെ പറ്റി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാണ്, നമ്മൾ എവിടെയായിരുന്നു, നമ്മളെ പറ്റി എവിടെയും ഓർമ്മിക്കപ്പെടാതെ പറയപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എവിടെയായിരുന്നു. പിന്നീട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അടുത്തൊരായത്തും കൂടി പറയുന്നുണ്ട്, الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. ഒന്നുമല്ലാതിരുന്ന നമ്മെ അല്ലാഹു അവന്റെ കരവിരുതുകൊണ്ട് മണ്ണിൽ നിന്ന് ഒരു മനോഹരമായ ഒരു ശില്പം അല്ലാഹു രൂപപ്പെടുത്തുകയുണ്ടായി. വളരെ മനോഹരമായ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഏറ്റവും ഭംഗി ഇഷ്ടപ്പെടുന്നവനായ സൃഷ്ടാവ് അവന്റെ ഏറ്റവും ഭംഗിയുള്ള സൃഷ്ടിയായി മനുഷ്യനെ ഭൂമിയിലേക്ക് അല്ലാഹു പടച്ചു അയക്കുകയാണ്. മണ്ണിൽ നിന്നും നിന്നെ തീർത്തു മണ്ണായി വീണ്ടും മാറുന്നു നീ. മണ്ണിൽ നിന്നും
നിന്നെ തീർത്തു മണ്ണായി വീണ്ടും മാറുന്നു നീ. ഓടി നടന്നുലകിൽ നീ ആറിയടങ്ങും ഖബറിൽ നീ. ഓടി നടന്നുലകിൽ നീ ആറിയടങ്ങും ഖബറിൽ നീ. അടിമയായി പുലർന്ന നിന്നെ അതിഥിയാക്കുമല്ലാ അല്ലാ. ജീവിതം അരുളുന്നു അവനിൽ തന്നെ ചേരാ അല്ലാ. ജീവിതം അരുളുന്നു അവനിൽ തന്നെ ചേരാ. ഏതിനും നാഥൻ നിൻ റബ്ബല്ലേ, അനന്നേകല്ലായി നീ പോകാം. ഏതിനും നാഥൻ നിൻ റബ്ബല്ലേ, അനന്നേകല്ലായി നീ പോകാൻ. അല്ലാ ജീവിതം അരുളുന്നു അവനിൽ തന്നെ ചേരാ. അടിമയായി പിറന്നവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിഥിയായി ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു വചനമാണത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു വിശേഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ളത്. മലക്കുകളേക്കാൾ മുകളിൽ പറക്കാൻ, പരക്കാൻ, ചിറക് വിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വലിയൊരു അവസരം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകളുടെ മുമ്പിൽ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്, അല്ലെങ്കിൽ അവന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായമായി വർത്തിക്കുന്ന മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യന് മലക്കുകൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന വളരെ മനോഹരമായ രംഗം പരിശുദ്ധമായ ഖുർആനിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലൊരു ജൂതന്റെ മയ്യിത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രംഗം വളരെ മനോഹരമായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്തിലൂടെ ആ വിഷയം കൂടെ സംസാരിക്കുന്നത്. ولقد كرمنا بني آدم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. മനുഷ്യന്റെ വിലയറിയാൻ മനുഷ്യനിലേക്ക് തന്നെ നോക്കേണ്ടതുണ്ട്. പ്രവാചകൻ അന്ന് ജൂതന്റെ മയ്യിത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചപ്പോൾ സ്വഹാബികളൊക്കെ ചോദിച്ചു, അങ്ങനെ പ്രവാചകനല്ലേ, ഇനി എന്തിനാണ് ഒരു കേവലം ജൂതനായ മനുഷ്യന്റെ മുമ്പിൽ? അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ ദീൻ ഇസ്ലാമാണെന്നിരിക്കെ മറ്റൊരു ജൂതന്റെ മുൻപിൽ എന്തിനാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബികളെ ചോദിച്ച സമയത്ത് അവിടുന്ന് മറുപടി പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു, അതൊരു മയ്യിത്ത് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ബഹുമാനിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ ആത്മാവിനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ബഹുമാനിക്കാൻ വേണ്ടി മനുഷ്യനോട് കൽപ്പിച്ചിട്ടുമുണ്ട്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളെ, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, കല്ലാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. നീ ഒറ്റക്കാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ സൃഷ്ടിച്ചു എന്നതിന് പുറമെ അവൻ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടെയുണ്ട്. ഏത് കാര്യത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഉത്തരം നൽകാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരം വിശേഷങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല. നബിയെ നിങ്ങളെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, നമ്മൾ നിങ്ങളെ ഏകനാക്കി ഒറ്റപ്പെടുത്തിയിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല
എന്നുള്ള വർത്തമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കൊക്കെയുള്ള ഒരു ആശ്വാസത്തിന്റെ വചനമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത്. അവന് വേണമെങ്കിൽ ഇത്തരം ഒരു സമുദായത്തെ, ഒരു മനുഷ്യ സൃഷ്ടിപ്പിനെ അവൻ ഇല്ലാതെയാക്കാം. മലക്കുകൾ കൊണ്ട് ചോദിച്ചല്ലോ, എന്തിനാണ് രക്തപ്പൊഴിയൊഴുക്കുന്ന ഒരു വിഭാഗത്തെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതെന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? നിങ്ങൾക്ക് അവരെ പറ്റി വല്ലാതൊന്നും അറിയില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധമാക്കപ്പെട്ട റജബും ശഅബാനൊക്കെ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ പല ഉസ്താദുമാരും പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുലേക്ക് ദുആ ചെയ്യുന്ന, കൈകൾ ഉയർത്തുന്ന ആളുകളെ കാണുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷത്തോടെ മലക്കുകളോട് സംസാരിക്കുമെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. എൻ്റെ അടിമകളെ നോക്കും, അവർക്ക് എനിക്ക് വേണ്ടി അവർ പാതിരാത്രികളിൽ ഉറക്കമൊഴിച്ച് എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എന്നോട് സംവദിക്കാൻ, എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ എഴുന്നേറ്റ് നിൽക്കുന്നു. സന്തോഷകരമായ നിമിഷത്തിൽ അള്ളാഹു മലക്കുകളുടെ മുമ്പിൽ അഭിമാനത്തോടെ എടുത്തു വെക്കുന്ന ഇഷ്ടം പോലെ ചരിത്ര കഥകൾ, ഹദീസുകൾ നമുക്ക് അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആരും നിന്റെ സങ്കടം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആരും നിന്നെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നലുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തെ നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. എന്ത് തെറ്റുകൾ ചെയ്താലും, എന്ത് ബുദ്ധിമുട്ടുകൾ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വന്നാലും, എന്ത് തന്നെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അള്ളാഹു നമ്മളെ കൂടെയുണ്ട് എന്നുള്ള മനോഹരമായ ഒരു വിശ്വാസം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിൽ മറ്റൊന്നും ഭയക്കേണ്ടതില്ല. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിൽ പിന്നെന്തു ക്ലേശം, സാരമില്ല മണ്ണില് എന്ന് തഴവാസ്ത പാടി വെച്ചത് വെറുതെ അല്ല. അതൊരു സന്തോഷത്തിന്റെ, ഒരു അഭിമാന ബോധത്തിന്റെ വർത്തമാനമാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചിട്ടുള്ളത് പ്രവാചകന്മാരെയാണ്. ഏറ്റവും കൂടുതൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട മഖ്ലൂക്ക് പ്രവാചകനാണെന്ന വിഷയത്തിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭയമില്ലേ, നിങ്ങൾക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടുന്ന് മറുപടി പറയുന്നുണ്ട്, എന്റെ റബ്ബിന് എന്റെ അവസ്ഥ അറിയാം, അവൻ എന്നെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ളതാണ്. ആ തവക്കുലിന്റെ വിശ്വാസം എല്ലാ മേഖലകളിലും നമുക്കുണ്ടെങ്കിൽ അവിടെയൊന്നും നമുക്കൊരു അർത്ഥത്തിലും ഒരു രീതിയിലും പരാജയപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതാണ് ഇസ്ലാമിന്റെ, അല്ലെങ്കിൽ മുസ്ലിമിന്റെ, നമ്മുടെയൊക്കെ അഖീദ എന്ന് പറയുന്നത് അള്ളാഹുള്ള തവക്കുലിന്റെ വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇത്തരത്തിൽ വരമേൽപ്പിക്കുന്ന സമയത്ത് പിന്നെന്തിനാണ് ജീവിതത്തിൽ ദുനിയാവിൽ അഹങ്കരിക്കേണ്ട ആവശ്യം, എന്തിനാണ് ജാട കാണിക്കേണ്ട ആവശ്യം, എന്തിനാണ് മറ്റുള്ള മുമ്പിൽ മീൻ നടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം ദാരിദ്ര്യത്തെയോ അല്ലെങ്കിൽ ഒരുപാട് സ്വത്ത് ഉണ്ടാകുന്നതിനെയോ നമുക്ക് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമോ വരുന്നില്ല. അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് മറ്റൊന്നുകൂടെ നമുക്ക് കേൾക്കാം. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. ആകാശം ഭൂമിയെല്ലാം പടച്ചു നീ ഭരിച്ച്, അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ നിറച്ച്, എല്ലാം നിൻ കുതിരത്തിൻ കരങ്ങളാൽ ചലിച്ച്, ഖല്ലാക്കിൻ കതിരോദിട്ടെൻ്റെ മനം തുടിച്ച്, എത്തിര ആനന്ദഗോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ, എല്ലാം അമൈത്ത് പോറ്റിടും പെരിയോനല്ല, ആലമുൽ ഗൈബായവനല്ല. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. പാട്ടെല്ലാം അറിയില്ലേ? തരാനും പറയാനും പാടിക്കൂടെ?
കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരും ഇല്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. ഒന്നുമില്ലാതെ മണ്ണിൽ പിറന്ന് നമുക്ക് ഒന്നുമില്ലാതെ തന്നെ മടങ്ങണം. പിന്നെ എന്തിനാണ് പഠിച്ചിരിക്കേണ്ട ആവശ്യം? ഒന്നുകൂടി പാടാം അല്ലേ? പറയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകന്റെ സ്വഭാവ വൈശിഷ്ട്യം എത്രമാത്രം ഉണ്ടെന്നുള്ള വിഷയം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിഹ്റാബായിട്ട് മിമ്പറായിട്ട് മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഈത്തപ്പനയുടെ ഒരു കഷ്ണം മാറ്റി പുതിയ മിമ്പർ കിട്ടിയ സമയത്ത് മാറ്റി വെക്കുകയുണ്ടായി. അതിനെ തുടർന്ന് വരുന്ന സംഭവത്തെ വളരെ മനോഹരമായിട്ട് ത്വാഹാദങ്ങൾ പാടി വെക്കുന്നുണ്ട്. പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങൽ മാറ്റിയതോർത്തു കരയും പാപി ഞാനാണ്. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങൽ മാറ്റിയതോർത്തു കരയും പാപി ഞാനാണ്. കല്ലിനും മണ്ണിനും ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും കനിവുണ്ടായെങ്കിൽ കല്ലിനും മണ്ണിനും ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും കനിവുണ്ടായെങ്കിൽ ഉമ്മത്തിയെ തട്ടൂല നൂറ് ഉമ്മത്തിയെ തട്ടൂല നൂറ്. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങൽ മാറ്റിയതോർത്തു കരയും പാപി ഞാനാണ്. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. മരണം ആസന്നമായി എന്നറിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ചിരിക്കുന്നുണ്ട് ചരിത്രം. അത് കണ്ട കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ചിരിക്കുന്നത്? എന്നെ കാണാനുള്ള യാത്രയാണ്, പിന്നെ എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാണ് ഞാൻ ഭയചകിതനാകുന്നത്? ഞാൻ സന്തോഷിക്കേണ്ട ആനന്ദിക്കേണ്ട നിമിഷമല്ലേ ഇത് എന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചരിത്രത്തിൽ പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു സംഭവമുണ്ട്. നമ്മുടെ ജീവിതം നല്ല രീതിയിലാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള അവന്റെ കൽപ്പനകളെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ വിരോധനകളെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ച് ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല. യാതൊരു ഭയത്തിന്റെയും ആവശ്യം അവിടെ അവന്റെ ജീവിതത്തിൽ വരുന്നില്ല. അവന്റെ ജീവിതം അള്ളാഹുവിനെ കാണാനുള്ള, അവന്റെ രക്ഷിതാവിനെ കാണാനുള്ള, അവന്റെ പ്രിയപ്പെട്ട അവനിതൊക്കെ പഠിപ്പിച്ചു നൽകി അവന്റെ പ്രവാചകൻ, അവന്റെ ആത്മീയ ഗുരുവായിട്ടുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിക്കാനുള്ള, അവരോട് ഒത്തുകൂടാനുള്ള, സുഹബത്ത് നേടാനുള്ള ഒരവസരം മാത്രമാണ്. അത്തരമൊരു അവസരത്തിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് അവസരം നൽകിയ സഹാബത്തിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവരെ പറ്റിയുള്ള ഒരു പാട്ട് കൂടി കേട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം.
ഏറിയ നന്മകളേറ്റിയ കൽവിലും കേറിയോരമ്പുകളെ ദേഹിയലിഞ്ഞൊരി ദേഹം വെടിഞ്ഞിവർ ധീരർ ഷഹീദുകളെ ഏറിയ നന്മകളേറ്റിയ കൽവിലും കേറിയോരമ്പുകളെ ദേഹിയലിഞ്ഞൊരി ദേഹം വെടിഞ്ഞിവർ ധീരർ ഷഹീദുകളെ ബദറുഹദിൻ ശരമാരിയിൽ അവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലേകി ഹബീബിന് കവചമിടുന്നവരെ ബദറുഹദിൻ ശരമാരിയിൽ അവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലേകി ഹബീബിന് കവചമിടുന്നവരെ നാഴിക താണ്ടി നാഥനു വേണ്ടിയവർ നിറവേറ്റിയ നന്മകള് നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരാ സ്വഹബ് നാഴിക താണ്ടി നാഥനു വേണ്ടിയവർ നിറവേറ്റിയ നന്മകള് നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരാ സ്വഹബ് അതിശയരം സ്വഹബാക്കൾ സാത്വികര് ഈന്തപ്പനായോല ചോടെ ഹബീബർ ഓരത്തവരിരുന്നു ജീവിതം മാനവിയോരിലും നൽകി കരം പിടിച്ചേ നടന്നു ഈന്തപ്പനായോല ചോടെ ഹബീബർ ഓരത്തവരിരുന്നു ജീവിതം മാനവിയോരിലും നൽകി കരം പിടിച്ചേ നടന്നു ചുടുമണലിൽ വിലപിച്ച് ഹബീബര സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലിനെ അവരറിയും ചുടുമണലിൽ വിലപിച്ച് ഹബീബര സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലിനെ അവരറിയും സത്യവിളക്ക് മരത്തണലോരം സുഫയൊരുക്കിയ വിൺമുകില് സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലെഴുതിയൊരാ സ്വഹബ് സത്യവിളക്ക് മരത്തണലോരം സുഫയൊരുക്കിയ വിൺമുകില് സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലെഴുതിയൊരാ സ്വഹബ് അനുപമ താര സമാന സാത്വികര് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ